ഭാരതീയരായ നമ്മുടെ ആളുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു ഉപകരണമാണ്. കാർഷിക വിളകൾ ശേഖരിക്കുവാനും കാർഷിക വിളകൾ കമ്പോളങ്ങളിലും പീടികകൾ കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ സാധന സാമഗ്രികൾ മാർക്കറ്റിൽ നിന്നായാലും കടകമ്പോളങ്ങളിൽ നിന്നായാലും വാങ്ങി കൊണ്ടുവരുവാനും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു പ്രകൃതിദത്ത സാധനമായിരുന്നു നമ്മുടെ ചേളാവ്. ചുട്ടിത്തോർത്തിന്റെ രണ്ട് കരയ്ക്കും രണ്ട് വള്ളി കെട്ടുകയോ കയറ് കെട്ടുകയോ ചെയ്യുമ്പോൾ പഴയകാല ചേളാവാകുമായിരുന്നു. ആ ചേളാവാണ് സപ്തസാര സാംസ്കാരിക സമിതി തണ്ണിത്തോട് പുതിയ ആശയത്തിൽ ന്യൂ ജനറേഷൻ ചേളാവായി പ്ലാസ്റ്റിക് കാരി ബാഗിന് പകരമായി ഇന്ന് സമൂഹത്തിൽ പ്രൊഡക്റ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചേളാവിന്റെ പ്രത്യേകത 80 സെന്റിമീറ്റർ നീളവും 80 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു തുണ്ട് തുണിയാണ് ഈ പറയുന്ന ചേളാവായി രൂപാന്തരപ്പെടുന്നത്. ഈ ചേളാവിന്റെ ഈ തുണിയുടെ 4 മൂലയും വലിക്കുമ്പോൾ 4 മൂലയും വലിച്ചു കഴിയുമ്പോൾ ഇത് ചേളാവായി രൂപാന്തരപ്പെട്ടു. ഇതാണ് ചേളാവ്. 10 കിലോ 12 കിലോ സാധനങ്ങൾ വരെ മാർക്കറ്റുകളിൽ നിന്ന് കടകമ്പോളിൽ നിന്ന് വാങ്ങുവാനും ഇതിന്റെ വ്യാപ്തിക്കനുസരിച്ചുള്ള സാധന സാമഗ്രികൾ ഇതിനകത്ത് സൂക്ഷിക്കുവാനും ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുവാനും കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ വാങ്ങുന്ന മൂല്യത്തിനനുസരിച്ചുള്ള സാധനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 വർഷം വരെ വീണ്ടും വീണ്ടും ഇത് കഴുകി ഉപയോഗിക്കുവാൻ പാകമായ നിലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ഇത് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന ഒരു വസ്തു എന്നുള്ള നിലയിൽ ഇത് പ്രകൃതിയുടെ പാരിസ്ഥിതിയെ യാതൊരു തരത്തിലും ബാധിക്കാത്ത നിലയിലാണ് ഈ പുത്തൻ ന്യൂ ജനറേഷൻ ചേളാവ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ചേളാവിന്റെ രൂപം മാറുകയാണ്. ഈ ചേളാവിന്റെ രൂപം മാറി കോണോട് കോണൊന്ന് പിടിച്ച് ആ കോണുകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടുമ്പോ കോണുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ സ്റ്റിപ്പ് വെക്കാം, ബട്ടൺ വെക്കാം. സ്റ്റിപ്പ് വെച്ചാലും ബട്ടൺ വെച്ചാലും പ്രകൃതിയിൽ ലയിച്ചു ചേരാത്തത് കൊണ്ട് ഈ സാംസ്കാരിക സമിതി അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് ഇത് തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ്. ഇതിനെ ഞങ്ങളിട്ടിരിക്കുന്ന പേര് മുത്ത് പ്രകൃതി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഈ സാധനം ഇനിയും മനുഷ്യൻ ഇന്നത്തെ ന്യൂ ജനറേഷന്റെ താല്പര്യാനുസരണം ഇതിന്റെ അടുത്ത കോണോട് കോണുള്ള വള്ളി വലിച്ചു കഴിയുമ്പോൾ ഇത് വാനിറ്റി ബാഗാകുന്നു. പിടിച്ചാട്ട് കൈ ഇങ്ങോട്ട് പിടിച്ചാട്ട് വാനിറ്റി ബാഗായി ഇത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ഈ വാനിറ്റി ബാഗായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഇരുചക്ര വാഹനത്തിൽ യാത്രയിരിക്കുന്നവർക്കും ഈ പറയുന്ന ചേളാവ് സൗകര്യപ്രദമായി ഉപയോഗിക്കപ്പെടാൻ കഴിയുകയാണ്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞാലോ ഈ പറയുന്ന ഒരു തുണ്ട് തുണിയാകുന്ന ചേളാവ് ഇതിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് സൗകര്യമായി പോക്കറ്റിലിരിക്കുകയോ അല്ലെങ്കിൽ പണിപ്പേഴ്സിനകത്തിരിക്കുകയോ മടിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട നമ്മുടെ ചേളാവ്, ഈ ചേളാവ് ഇങ്ങനെ നമ്മൾ യാത്രയുടെ മധ്യത്തിൽ വാഹനയാത്രയിൽ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന അവസരത്ത് അസഹ്യമായ രീതിയിൽ തണുപ്പടിച്ച് കാറ്റടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചേളാവ് ഇവിടെ ഉപകരിക്കപ്പെടുകയാണ്. അപ്പം ചേളാവ് ആ നിലയിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്ക് അവർക്കൊന്ന് ചത്തണമെന്ന് തോന്നിയാൽ അതിനും ഈ ചേളാവ് ഉപകരിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, പുരുഷന്മാർക്ക് അവർക്കും ഈ ചേളാവ് ഒന്ന് കെട്ടി ഒന്ന് ആഘോഷിക്കാൻ ഉപയോഗിക്കപ്പെടുകയാണ്. മാത്രമല്ല, മുഖമെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കർച്ചീഫിനായി ഈ സാധനം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാലും ഈ ന്യൂ ജനറേഷൻ ചേളാവ് ഉപകരിക്കുകയാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് സൗകര്യപ്രദമായ നിലയിലാണ് ഈ ചേളാവ് സപ്തസാര സാംസ്കാരിക സമിതി തണ്ണിത്തോട് എന്ന സാംസ്കാരിക പ്രസ്ഥാനം ഈ കാലഘട്ടത്തിനനുസൃതമായി രൂപകൽപ്പന ചെയ്ത് പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതൊരാൾക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ കഴിയുന്നതാണ്. 80 സെന്റിമീറ്റർ നീളവും 80 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു തുണ്ട് തുണിയാണ് പ്രിയപ്പെട്ടവരെ ചേളാവായി മാറുന്നത്.
നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഷർട്ടിന്റെ കോളർ കേടായാൽ പിന്നെ ഉപയോഗിക്കില്ല. ആ കോളർ കേടായി കഴിയുമ്പോ അതിന്റെ പുറയിലത്തെ പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുത്തിട്ട് കൈയും ഫ്രണ്ടിലെ പീസും പീത്തയാക്കിക്കൊണ്ട് അതിനകത്ത് കയറ്റി കഴിയുമ്പോൾ ചേളാവായി. ഒരു പൈസയുടെ ചെലവില്ലാതെ ഈ പ്ലാസ്റ്റിക് കാരി ബാഗിനെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിലാണ് ഈ ചേളാവ പൊതുസമൂഹത്തിൽ കമ്പോളത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭൂമിയോട് ഇഴുകിച്ചേരുന്ന പ്രകൃതിയുടെ ഭാഗമാകുന്ന ഒന്നെന്നുള്ള നിലയിൽ ഇതിനെ ഏറ്റുവാങ്ങുവാൻ സമൂഹത്തിന് കഴിയണം. അതാണ് ഈ ചേളാവിന്റെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള താല്പര്യം.